ഹലോ മൈ അമേസിംഗ് പീപ്പിൾ. രാവിലെ ജിമ്മിൽ പോയി ബൈസെപ്പ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ബൈസെപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ മറ്റേ ഇതിലാണ് ചെയ്തുകൊണ്ടിരുന്നത്, അതായത് ഫങ്ഷണൽ ട്രെയിനർ അഥവാ കേബിൾ മെഷീനിലാണ് ഞാൻ ബൈസെപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ബൈസെപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബോറടിച്ചപ്പോൾ ഞാനിങ്ങനെ പുള്ളിയുടെ ആ ഒരു ഘടനയൊക്കെ നോക്കി. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, സാധാരണഗതിയിൽ ഡമ്പലെടുത്ത് പണിയെടുക്കുമ്പോൾ എനിക്ക് 2 തന്നെ പൊക്കാൻ ഞാൻ ഭയങ്കര കഷ്ടപ്പെടാറുണ്ട്. പക്ഷെ ഞാൻ കേബിൾ മെഷീനിൽ പണിയെടുക്കുമ്പോൾ എനിക്ക് 20 കിലോ പുഷ്പമാണ് പുഷ്പം. അപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് ആലോചിച്ച് എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഗൈസ്, ഞാൻ മനസ്സിലാക്കിയ കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ഒരു സുഹൃത്തും കൂടെ ഒരു ബാഗ് ക്യാരി ചെയ്യുകയാണ്. അതിന് ഒരു 20 കിലോഗ്രാം വെയിറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഞാനെടുത്തോളാം, 20 എനിക്ക് സിമ്പിൾ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എടുത്തു. ഒരു 10 മിനിറ്റ് നടക്കുമായിരിക്കും, പിന്നെ നിങ്ങൾ തളർന്ന് എവിടെയെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട് പറയാം കുഴപ്പമില്ലടാ നമുക്ക് 2 ഷെയർ ചെയ്തെടുക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യമേ ഷെയർ ചെയ്തെടുക്കുന്നതെന്ന് വിചാരിച്ചോ. നിങ്ങൾ 10 മിനിറ്റ് നടക്കുന്നതിന് 30 മിനിറ്റ് വേണമെങ്കിൽ അതെടുത്ത് നടക്കും. കാരണം ആ 20 കിലോന്റെ വെയിറ്റ് നമ്മൾ 10 എന്ന രീതിയിൽ ഷെയർ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ വെയിറ്റ് ഡിവൈഡ് ആയി പോവാണ്. നമ്മുടെ പുള്ളി മെഷീനിൽ ആക്ച്വലി ഇതാണ് നടക്കുന്നത്. നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത് എക്സ്ട്രാ പുള്ളീസ് ആഡ് ചെയ്യുമ്പോൾ, കേബിൾ മെഷീനിൽ എക്സ്ട്രാ പുള്ളീസ് ആഡ് ചെയ്യുമ്പോൾ എന്തെന്ന് വെച്ചാൽ ഈ വെയിറ്റ് ഡിവൈഡ് ആയി പോവാണ്. അതുകൊണ്ടാണ് ഗൈസ് നമുക്ക് 20 കിലോ ഇട്ടാലും 10 മാത്രം നമ്മുടെ കൈ തോന്നുന്നത്. ഇപ്പൊ ചില ആളുകൾ നമ്മളോട് ചോദിക്കും വെയിറ്റ്, അപ്പൊ ഈ 10 ഇവിടെ പോയി, 10 കൈ കിട്ടുന്നു, ബാക്കി 10 എവിടെ എന്ന് ചോദിക്കാം. അതിനുള്ള ഉത്തരവ് ഞാൻ തരാം. സപ്പോസ് നിങ്ങൾ ഒരു ബൈസൈക്കിൾ ഓടിക്കാന്ന് വിചാരിക്കാം. ഒരു ബൈസൈക്കിൾ നമ്മുടെ ഒരു മല മുകളിലേക്ക് കയറ്റുമ്പോൾ, നമ്മുടെ നാട്ടിൽ ഒന്നെന്ന് പറയും, അത് കയറ്റിക്കൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ ലോ ഗിയറിലാണ് ബൈസൈക്കിൾ ഓടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പെഡൽ ചവിട്ടാൻ കുറച്ച് എളുപ്പമായിരിക്കും, പക്ഷെ നിങ്ങൾ കുറെ ചവിട്ടേണ്ടി വരും. അതേസമയം നിങ്ങൾ ഹൈ ഗിയറിലാണ് പോകുന്നതെങ്കിൽ പെഡൽസ് പുഷ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നിങ്ങൾ എന്താ അത്ര പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഇത് പുഷ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതായത് ഒന്നും ഫ്രീ ആയി കിട്ടൂല, എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ വേണം. ഒന്നെങ്കിൽ നിങ്ങൾ ഒരുപാട് ഫോഴ്സ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഗ്രേറ്റ് ഡിസ്റ്റൻസ് നമ്മൾ ട്രാവൽ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് ജിമ്മിലെ കേബിൾ മെഷീൻ കൂടുതൽ കേബിൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി 20 കിലോ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ആ 10 കിലോ നമുക്ക് ഈ കേബിൾസ് കൂടുന്നതുകൊണ്ട് തോന്നാത്തതാണ്. ഡമ്പലിൽ ആക്ച്വലി ഇതാണ് നടക്കുന്നത്. അപ്പൊ ഡമ്പൽ എടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഡമ്പൽ എടുക്കുന്ന സമയത്ത് ഒരു 10 കിലോ ഡമ്പലൊക്കെ എടുക്കുമ്പോൾ ഇത് ഇങ്ങനെ ചെറുതായിട്ട് ബോബിൾ ചെയ്യാനുള്ള ചാൻസ് ഇല്ല. അപ്പൊ എന്താണെന്ന് വെച്ചാൽ സാധാരണ വയസ്സിനാണ് വർക്ക്ഔട്ട് ചെയ്യുന്നതെങ്കിലും നമ്മുടെ കോറും നമ്മുടെ ആമും നമ്മുടെ ഷോൾഡറും ഒക്കെ അത് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ആവുന്നുണ്ട്. അപ്പൊ ആക്ച്വലി കോൺസെൻട്രേഷൻ വരുന്നത് ബൈസിലല്ല, കൂടുതൽ നമ്മൾ അറിയാതെ ബാക്കി മസിൽസിലോ കോൺസെൻട്രേഷൻ ആക്ച്വലായിട്ട് വരുന്നുണ്ട്. ഡമ്പൽ കയ്യിലെടുക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പിടിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, താത്തി പിടിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇങ്ങനെ നടുവിൽ പിടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? ഇവിടെയാണ് നമ്മുടെ മെയിൻ സംഭവം വരുന്നത്. അത് മറ്റൊരുമല്ല, ഗ്രാവിറ്റി. ആംസിന്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് ഗ്രാവിറ്റി വേർട്ടിക്കൽ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഡമ്പലിൽ ഭയങ്കര ബുദ്ധിമുട്ട്. ഡമ്പൽ നമ്മൾ അങ്ങോട്ടോ മോളോട്ടൊന്നല്ല, താഴോട്ടല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഗ്രാവിറ്റി താഴോട്ടാണ് പുള്ളി ചെയ്യുന്നത്. പക്ഷേ കേബിൾ മെഷീൻ അങ്ങനെയല്ല. കേബിൾ മെഷീൻ നമ്മൾ വിചാരിക്കുന്ന അനുസരിച്ച് നമുക്ക് ഡിറക്ഷൻ ഒക്കെ ആ കേബിൾസ് കാരണം മാറ്റാൻ വേണ്ടി പറ്റും. സോ അതുകൊണ്ട് ഇറ്റ് ഇസ് മച്ച് മോർ ഈസിയർ. ഇത്രയൊക്കെ പറഞ്ഞു തരുന്നുള്ളൂ. ബാക്കി മാത്തമാറ്റിക്കൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ പോയി കണ്ടുപിടിക്കും. സംഭവം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എത്ര